കണ്ടുപോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കപ്പയുടെ വിളവ് എങ്ങനെ എടുക്കുന്നത്? മൾച്ചിങ് ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഷീറ്റ് മാറ്റിയിട്ടല്ലേ എടുക്കാൻ പറ്റും. അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ വിളഞ്ഞ കപ്പ സാധാരണ ഞാനൊരു 6 മാസം പ്രായമാകുന്ന കൊണ്ട് വിളയുന്ന കപ്പയും ഒരു 9 മാസം വിളയുന്ന കപ്പയാണ് ഇട്ടിരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഈ കപ്പയുടെ ചുവട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് അത് കട്ട് ചെയ്ത് മാറ്റും, കമ്പങ്ങ് മാറ്റും. എല്ലാത്തിലും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഷീറ്റിൻ്റെ 2 സൈഡിനുള്ള മണ്ണ് ഇളക്കിയിട്ട് ഷീറ്റ് പതുക്കെ ഇങ്ങനെ എല്ലാത്തിലും പൊക്കി പൊക്കി എടുക്കും. പൊക്കി കംപ്ലീറ്റ് അങ്ങ് മാറ്റും. അപ്പോൾ അതെന്തിനാണെന്നറിയോ അങ്ങനെ മാറ്റുന്നത്? നമുക്ക് അടുത്ത കൃഷിക്കും കൂടി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കൃഷിക്കും ഇതേമാതിരി ഉപയോഗിക്കാം. സാധാരണ ഒരു 3 കൃഷിക്കെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു ലാഭം ഇതിനകത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് പൊക്കിയതിന് ശേഷം നമ്മൾ ഓരോ കപ്പ ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കാം. സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ അവിടെ ജലസേചനത്തിൻ്റെ പൈപ്പ് അത് മാറ്റുമല്ലേ? ആദ്യം തന്നെ ഇത് മാറ്റുമ്പോൾ തന്നെ നമ്മൾ ജലസേചനത്തിൻ്റെ പൈപ്പ് ആദ്യം എടുത്ത് മാറ്റി സുരക്ഷിതമായിട്ട് മാറ്റിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കപ്പയുടെ വിളവെടുക്കും. കപ്പയുടെ വിളവെടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ മൾച്ചിങ് ഷീറ്റ് വെച്ച് ഒരു 3 കൃഷി വരെ ചെയ്യാം, ഒരേ ഒരു ഷീറ്റ് വെച്ചല്ലേ? എന്തായാലും ഒരു 3 കൃഷി സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല ടെക്നിക്ക്. എനിക്ക് തോന്നുന്നു മിക്ക കർഷകർക്കും ഒരു പ്രശ്നം പന്നിയുടെ ഉണ്ട്. അവിടെയും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. സാറേ, ഇത് പന്നിയുടേതും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണത്. കാരണം ഞങ്ങളുടെ ഏരിയയിലൊന്നും പന്നി ഇല്ലല്ലോ. അപ്പോൾ ഈ മലമ്പ്രദേശത്തുള്ള ആൾക്കാർക്ക്, ഹില്ലി ഏരിയയിലുള്ളവർക്കൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചിലപ്പം മൾച്ചിങ് ഷീറ്റ് കണ്ടിട്ട് പന്നി അവിടെ കുത്താതെ പോകാനും സാധ്യതയുണ്ട്. ഒരു പരീക്ഷണം നടത്തി വേണമെങ്കിൽ അതെ, ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും. കപ്പി ഒഴിച്ച് പിന്നെ വേറെ എന്തൊക്കെ കൃഷിയാണ് താങ്കൾ? വേറെ കൃഷി എന്നുള്ളതെന്ന് വള്ളിപ്പയർ ചെയ്തിട്ടുണ്ട്, കുറ്റിപ്പയർ ചെയ്തിട്ടുണ്ട്, പാവൽ ചെയ്തിട്ടുണ്ട്, പടവളം ചെയ്തിട്ടുണ്ട്, വഴുതിന ചെയ്തിട്ടുണ്ട്, വെണ്ട ചെയ്തിട്ടുണ്ട്, തണ്ണിമത്തൻ. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇതും പ്രിസിഷൻ ഫാമിംഗ് ആണോ അതോ നമ്മൾ നോർമൽ ചെയ്യുന്ന മാതിരി? അല്ലല്ല, ഇതെല്ലാം പ്രിസിഷൻ ഫാമിംഗ് ആണ് ഇത് ചെയ്യുന്നത്. മറ്റ് കൃഷികളെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം മൾച്ചിങ് ഷീറ്റ് ചെയ്താണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യം ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് പൈസ മുടക്കി ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് സമയവും കൃഷിയുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ട്രിപ്പ് ഇതിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒന്ന് മോട്ടർ ഓൺ ചെയ്യുക, വൈകിട്ട് ഓൺ ചെയ്യുക, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് വരുന്നുള്ളൂ. അല്ല എപ്പോഴും നമ്മൾ നനയ്ക്കാനോ അങ്ങനെയുള്ള ഇതിൻ്റെ പുറകെ പോകേണ്ട കാര്യം വരുന്നില്ല. ഈ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ഒരു സാറിന് ഒരു 55 സെൻറ്റ് വരെ കപ്പ ചെയ്തായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ ഇതേമാതിരി ചെയ്യണമെങ്കിൽ ഒത്തിരി അധികം ചിലവ് വരുന്നുണ്ടോ അതോ നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ? താങ്ങാൻ പറ്റുന്നതാണ് സാറേ. 50 സെൻറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു 45,000 50,000 താഴെ വരുന്നുള്ളൂ. അത് നന്നായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നന്നായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിലും ചിലവ് കുറച്ച് ചെയ്യാൻ സാധിക്കും. ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലേബേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് ഇത്രയും ചിലവ് വരുന്നത്. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് തനിയെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ പച്ചക്കറിക്കും ഇതേമാതിരിയാണോ ജലസേചനം ചെയ്യുന്നത് അതോ അത്? പച്ചക്കറിക്കും ഇതേമാതിരി തന്നെയാണ് ജലസേചനം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് കൊടുക്കുമ്പം വിളവ് എന്തായാലും നമുക്ക് അധികം കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും തീർച്ചയായിട്ടും വിളവ് കിട്ടും. പിന്നെ ഈ കളകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കീടങ്ങളും